ഈ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. ഇദ്ദേഹത്തിന്റെ വിദേശയാത്ര അന്വേഷിക്കണം, അതോടൊപ്പം തന്നെ ഇയാൾക്ക് ഈ വിദേശ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കൊഴുക്കുകയാണ്. ഇനി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ടോ? ആ പരാതി ലഭിച്ചാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമോ? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ എൻ്റെ അറിവിൽ തന്നെ ചിലർ പരാതി കൊടുക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിൽ നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ്. പരാതി എങ്ങനെയാണ്, എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. നേരിട്ട് പോയൊരു കോടതിയിലൊന്നും പരാതി കൊടുക്കാൻ ആദ്യം പറ്റില്ലല്ലോ. അന്വേഷണ ഏജൻസികൾക്ക് കൊടുത്ത് അവിടെ ഇതിൻ്റെ അന്വേഷണം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി അവിടെ നടന്നില്ലെങ്കിലാണല്ലോ കോടതിയെ സമീപിക്കാൻ സാധിക്കുക. അപ്പോൾ അത്തരത്തിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ചിലർ ശ്രമിക്കുന്ന കാര്യം എനിക്കറിയാം. പക്ഷേ അതിലുപരിയായിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ച വലിയ തോതിൽ പൃഥ്വിരാജിനെതിരാണ്. പൃഥ്വിരാജിന് ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ചില വിദേശ ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. അത് അന്വേഷിക്കണം, അത് കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അതിലേക്ക് നമ്മുടെ ഈ യുവമോർച്ചയുടെ നേതാവ് കെ ഗണേഷ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. കോഴിക്കോട് സ്വദേശിയാണ്. ഈ ഗണേഷ് ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. നേരത്തെ അയാൾ ദൃശ്യമാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. മംഗളം ചാനലിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്, റിപ്പോർട്ടറാണ്. ഈ ഗണേഷ് ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്ന അതാണ്. അതായത് ഈ എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന് ഈ വിദേശ ബന്ധങ്ങളുണ്ട്, അത് അന്വേഷിക്കണം. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം, അതിൻ്റെ ചിത്രീകരണത്തിന് ശേഷം, അതിൻ്റെ ചിത്രീകരണം നടക്കുമ്പോൾ കുറച്ച് നാൾ ഇവർ കോവിഡുമായി ബന്ധപ്പെട്ട് ഈ ടീം, ഈ പൃഥ്വിരാജിൻ്റെ അവിടെ ചിത്രീകരണത്തിന് പോയ ആ സംഘം മുഴുവനും അവിടെ കുടുങ്ങിപ്പോയി. അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പ്രത്യേകിച്ചും ജോർദാൻ അതിർത്തിയിലായിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിരുന്നത്, മരുഭൂമിയിലാണ്. അപ്പോൾ അന്ന് അവിടെ കുടുങ്ങിയ സമയത്ത് ഈ പൃഥ്വിരാജ് ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടു, ആരൊക്കെയായിട്ട് സൗഹൃദം സ്ഥാപിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഈ ഗണേഷ് ആവശ്യപ്പെടുന്നത്. ഗണേഷ് അതിനകത്ത് പറയുന്നത്, ഈ കുരുതി, ജനഗണമന കഴിഞ്ഞിപ്പോൾ എമ്പുരാനിലെത്തി നിൽക്കുമ്പോൾ, ഈ ആടുജീവിതം, കുരുതി, ജനഗണമന, എമ്പുരാൻ, ഇങ്ങനെയാണ് അതിൻ്റെ സീക്വൻസ് അയാൾ പറയുന്നത്, ഗണേഷ് പറയുന്നത്. എത്തി നിൽക്കുമ്പോൾ പരിപൂർണമായും ദേശവിരുദ്ധ സ്വഭാവം ശക്തമായിട്ട് പൃഥ്വിരാജ് പ്രകടിപ്പിക്കുകയാണ് എന്നുള്ള ആക്ഷേപമാണ് ഇയാൾ ഉന്നയിക്കുന്നത്. ഇത് ഈ ആട് ജീവിതത്തിനിടയിൽ, അതിന്റെ ഷൂട്ടിങ്ങിനിടയിൽ, അല്ല, അതാണ് മറ്റൊരു കാര്യം. ഈ പൃഥ്വിരാജിനെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ മാത്രമല്ല, നേരത്തെ പല സിനിമകളുണ്ട്. ഒരു തുടർച്ചയായി നടക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദവുമായി ഈ ഗുജറാത്ത് കലാപത്തെ ഉൾപ്പെടുത്തിയ ഒരു സിനിമ എടുത്തിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെ ആടുജീവിതത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജിന് IS ഭീകര സംഘടനയിലെ ചിലരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ അയാൾ പ്രചോദിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഗണേഷ് പറയുന്നത്. ഗണേഷിൻ്റെ ആരോപണമായിരിക്കാം അത്, പക്ഷേ അത് സംബന്ധിച്ച് അന്വേഷണം വേണം, കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം എന്നാണ്. എന്ന് മാത്രമല്ല, ഗണേഷ് പറയുന്നത് ഈ ഭാരത വിരുദ്ധത ഒളിച്ചു കടത്തുകയല്ല, വളരെ നേരിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് പൃഥ്വിരാജ് ചെയ്യുന്നത്. ഞെട്ടിക്കുന്ന കാര്യം, ഈ ദേശീയ പതാകയ്ക്കെതിരായ പരാമർശം ഉൾപ്പെടെയാണ് ആദ്യത്തെ സെൻസറിങ്ങിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഇനി ഇത് പാകിസ്ഥാൻ തിരക്കഥയല്ലേ, പലരും പറയുന്നത് ഏതെങ്കിലും പാകിസ്ഥാൻ സ്വദേശിയാണോ ഇതിന് പിന്നിൽ തിരക്കഥ എഴുതിയതെന്ന് സംശയമുണ്ടെന്നാണ്. ആ രീതിയിലേക്കാണ് ഇതിലെ കഥ. അങ്ങനെ സംശയിച്ച കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഗണേഷ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇത് ഗണേഷിൻ്റെ രാഷ്ട്രീയമായ ആരോപണമായിരിക്കാം. അയാൾ ഒരു രാഷ്ട്രീയ നേതാവ് കൂടെ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അയാൾ ആരോപിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് രാഷ്ട്രീയമാണ്, അതിനകത്ത് ആരോപണ പ്രത്യാരോപണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഗണേഷ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിൽ ഗണേഷ് പറയുന്ന ഒരു കാര്യം ശരിയാണ്. കടുത്ത ഭാരത വിരുദ്ധത, ദേശവിരുദ്ധത ഒളിച്ചു കടത്തുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ സിനിമയിൽ പരസ്യമായി തന്നെ കേന്ദ്ര ഏജൻസികളെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ കേന്ദ്ര ഏജൻസികൾ തന്നെ അവരുടെ പണി എന്താണെന്ന് ഈ നാർക്ക് മനസ്സിലാക്കി കൊടുക്കണം, അല്ലേ? ഈ കേന്ദ്ര ഏജൻസികളെ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കേന്ദ്ര ഏജൻസികളാണ് ഈ രാജ്യത്തെ പല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചാലോ, അവരുടെ വിശ്വാസ്യത തകർക്കുന്ന, നമുക്കറിയാമല്ലോ. കോൺഗ്രസ് ഭരിച്ചു, കോൺഗ്രസ് പോയി, BJP വന്നു, BJP ഭരിക്കുന്നു, നാളെ BJP പോവും, വേറൊരു കക്ഷി വരും. പക്ഷെ നമ്മുടെ നാട്ടിൽ, നമുക്ക് കേരളത്തിലെ കാര്യം തന്നെ എടുക്കാമല്ലോ, കേരള പോലീസിനെ കുറിച്ച് നമുക്കൊക്കെ അഭിമാനമുണ്ട്. ചില പുഴുക്കുത്തുകളൊക്കെ അതിനകത്തുണ്ട്, ചില കേസുകളിലൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ലോക്കപ്പ് മരണങ്ങൾ അടക്കം സംഭവിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. കേരള പോലീസിലെ ഉന്നതരായ ചില ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പക്ഷേ
കേരള പോലീസിനൊരു വിശ്വാസ്യതയുണ്ട്. ജനങ്ങൾ ഇപ്പോഴും നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്, അല്ലേ? അപ്പോൾ കേരള പോലീസിൻ്റെ ആ വിശ്വാസ്യതയെ നശിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തന്നെ പെരുമാറിയാലോ, അവർ തന്നെ അത്തരത്തിലുള്ള പ്രചാരണം നടത്തിയാലോ, അത് ശരിയായ കാര്യമല്ല. ഇവിടെ NIA പോലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നത് പോട്ടെ, അത് തകർക്കുന്ന തരത്തിൽ ആശയപ്രചാരണം നടത്തുക, അവരെ കുറ്റവാളിയായിട്ട് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു തെറ്റായ സന്ദേശം നൽകുക, വ്യാജ പ്രചാരണം നടത്തുക, ഇതൊക്കെ ശരിയാണ്? അതൊരു സിനിമയിലൂടെ ചെയ്യാമോ? നമുക്ക് വിമർശിക്കാം, അവരുടെ തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാം, തീർച്ചയായിട്ടും അതിന് പ്രസക്തി ഉണ്ടാവും, അത് രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഒരു ഏജൻസിയെ സമ്പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അതിൻ്റെ വിശ്വാസ്യത മുച്ചൂടും തകർക്കുന്ന തരത്തിൽ പെരുമാറുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നമുക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾ RSSനെ വിമർശിച്ചോളൂ, BJPയെ വിമർശിച്ചോളൂ, കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചോളൂ, അതിനൊന്നും ഒരു തെറ്റും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് ഇപ്പോഴും നമുക്കറിയാം, മോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് 10-11 കൊല്ലമായി. ഇവിടെ ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് തടസ്സപ്പെടുത്തിയത്? നേതാവ് പറയുന്ന വിദേശ ഫണ്ടിനെ കുറിച്ചും വിദേശ ഭീകര സംഘടനയെ കുറിച്ചും അന്വേഷിക്കണമെന്നാണ്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ ഒരു കൂട്ടം ഈ സംഘടനകളുണ്ടല്ലോ, നിരോധ സംഘടനകളുണ്ടോ, നിരോധിച്ച ആ സംഘടനകളിൽ നിന്നും ഇദ്ദേഹത്തിന് ഫണ്ട് ലഭിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം 2 ആഴ്ച മുൻപായിരുന്നു SDP-യുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ റെയ്ഡുകളും നടന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂട്ടി യോജിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഫണ്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഈ ഫണ്ട് സിനിമയിലേക്ക് ഒഴുകുന്നതായി പല വാർത്തകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ടുകൾ, ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ ഫണ്ടുകൾ ആരുടെ കയ്യിൽ എത്തി നിൽക്കുന്നു എന്ന് കൃത്യമായ അന്വേഷണം വേണമല്ലോ. തീർച്ചയായിട്ടും. അത് ഇപ്പോൾ ഗണേഷ് പറയുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കാര്യം ചർച്ച ചെയ്തതാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം നമ്മുടെ ഈ ഇത്തരം യൂട്യൂബ് ചാനലുകളിലടക്കം വലിയ തോതിൽ ഈ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ സിനിമയ്ക്കുള്ളിലെ കള്ളപ്പണ തിരിമറി, ഈ കള്ളപ്പണം വരികയും അത് സിനിമയ്ക്കുള്ളിൽ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു അടുത്ത കാലത്തൊരു ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കേസിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. 50 കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിച്ച് വന്ന ഏഷ്യാനെറ്റിലടക്കം ആ ന്യൂസ് വന്നതാണ്. അപ്പോൾ ED അന്വേഷണമായിട്ട് വന്നപ്പോഴാണ് ഉള്ളി തൊലിക്കുന്നത് പോലെ ഈ സംഭവം 50 കോടി പോയിട്ട് 5 കോടി തന്നെ കളക്ട് ചെയ്തോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇതൊരു വ്യാജ പ്രചാരണമാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ 50 കോടി സംഖ്യ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇത് ഏതെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഇടപാടാണോ എന്ന് സംശയിക്കുന്നത് ന്യായമാണ്. അതുപോലെ ഇവിടെ പൃഥ്വിരാജിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ നിരോധിത സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ തോതിൽ പണം വന്നിട്ടുണ്ട്. ഈ പണം എങ്ങോട്ടാണ് ഒഴുകിയിരിക്കുന്നത്? ഇത് 2 സ്ഥലത്തേക്കാണ് ഒഴുകുന്നത്. ഒന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നമുക്കറിയാം, ഭൂമി വാങ്ങുന്നതും വിൽക്കുന്നതുമായ ഇടപാടുകൾ. 2 സിനിമാ മേഖലയിൽ വലിയ തോതിൽ നമ്മളൊന്നും അറിയാത്ത എത്രയോ സിനിമകൾ ഇവിടെ ഇറങ്ങി ഏതാണ്ട് ഇന്നലെ തന്നെ ചർച്ച ചെയ്തല്ലോ, ഈ മഹാരാഷ്ട്രയിൽ ഇദ്ദേഹത്തിന്റെ വീടുമായി റിസോർട്ടുമായി അതെ, അങ്ങനെ ഈ വലിയ എന്താ പറയണ്ടേ, ശതകോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലത്ത് വീട് സ്വന്തമാക്കുക, അവിടെ താമസിക്കുക, എന്നിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള സ്കൂളിൽ ലക്ഷങ്ങൾ ഫീസ് കൊടുക്കേണ്ട സ്കൂളിൽ മകളെ പഠിപ്പിക്കുക. അതൊക്കെ അദ്ദേഹത്തിന് അത്രയും വരുമാനം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതിലൊന്നും നമുക്കാർക്കും എതിർപ്പൊന്നുമില്ല, അതൊരു കുറ്റമൊന്നുമല്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൂടി അന്വേഷിക്കേണ്ടതാണ്. അത് ഗണേശ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യം തീർച്ചയായിട്ടും ഇത് ആൾക്കാർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിരോധിത സംഘടനകളുടെ പണം വലിയ തോതിൽ സിനിമാ വ്യവസായത്തിൽ വന്നിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട്, അത് വെളുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ കാര്യമല്ല. ഇത് എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സിനിമാ മേഖലയിൽ കള്ളപ്പണത്തിൻ്റെ ഒഴുക്കുണ്ട്. അത് തീർച്ചയായും അതൊന്നും ആ സമയത്തെല്ലാം ഇത്രയും പബ്ലിക്കായ ഒരു രാജ്യവിരുദ്ധ നിലപാടിലേക്കൊന്നും ഒരു പോയിട്ടില്ല. അല്ല, സിനിമ അവരെ സംബന്ധിച്ച് അന്ന് ഈ സിനിമ ഒരു എന്റർടൈൻമെന്റ് ആണ്. കാരണം ഈ അന്വേഷണ സംഘത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. ഈ പൃഥ്വിരാജിന്റെ തന്നെ ഒരു ഡയലോഗുണ്ട്, എന്ത് തന്തയുടെ വകയാണോ ഇന്ത്യ, ആരുടെ തന്തയുടെ വകയാണോ? ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല, ആരുടെ തന്തയുടെ വകയാണ് എന്നൊക്കെ ഈ ചോദ്യവും ഉത്തരവും എല്ലാം ഈ മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ളതൊന്നും സിനിമ അല്ല, അതും തെളിയിക്കേണ്ടിയിരിക്കുന്നു. പൃഥ്വിരാജിന്റെ തന്തയുടെ വകയല്ല കേരളം എന്ന് അന്വേഷണം നടത്തി തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് എന്തായാലും ഗണേശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വളരെയധികം ആൾക്കാർ അയാളെ എന്താ പറയണ്ടേ താഴെ കമൻറ്റുമായിട്ട് വരുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്. ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, മറ്റു പലരും പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ട്.
അഡ്വക്കേറ്റുമാരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന്. ഇപ്പോൾ വാസ്തവത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളുടെ വിജയമാണ് ഒരു പരിധിവരെ ഇത് ഒരു റീസെൻസറിങ്ങിന് വിധേയമാക്കാം, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകനും ഒക്കെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതൊരു സമൂഹ മാധ്യമങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ്. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. എന്തായാലും തുടരന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ, മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണുകയേ നിവൃത്തിയുള്ളൂ.